അങ്ങനെ ഞങ്ങളുടെ ഗോവ യാത്ര ആരംഭിക്കുകയാണ്. ആദ്യം 2 ആഴ്ച മുന്നേ പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഇത്. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് 4 ബൈക്കുകളിലായിട്ട് പോകാനായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ കൂടെയുള്ള ജിത്തു ബായിക്ക് ബാക്ക് പെയിൻ്റെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞത്. മൂപ്പര് വരുന്നില്ല എന്ന് പറഞ്ഞു ബൈക്കിലാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബൈക്ക് ഒഴിവാക്കി കാറിലാക്കി ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി 2 മണിക്കൂർ ലേറ്റായി. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാപ്പിനിശ്ശേരി ഫ്ലൈ ഓവറിന് മുകളിലുള്ള വ്യൂ ആണ്. പഴയങ്ങാടി, പയ്യന്നൂർ, ചെറുവത്തൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മംഗലാപുരം, സൂറത്കൽ, ഉടുപ്പി, കുന്താപുരം വഴി മുരുടേശ്വരം വരെയാണ് ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 300 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഒരുപാട് ലേറ്റ് ആവുകയാണെങ്കിൽ മുരുടേശ്വരം എത്തുന്നതിന് മുന്നേ ഉടുപ്പിയോ കുന്താപുരത്തോ റൂം എടുത്തിട്ട് അവിടെ ഇന്ന് രാത്രി കുറച്ച് വിശ്രമിച്ചിട്ട് ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ഉച്ചയ്ക്ക് 3 മണിക്ക് ഇറങ്ങാനായിരുന്നു. 3 മണിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. എല്ലാവരും ഒരുങ്ങി വരുമ്പോഴേക്കും 5 മണിയായി. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് 300 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ടൈം അടക്കം കണക്ക് കൂട്ടിയിട്ട് ഒരു 8 മണിക്കൂർ യാത്രയാണ് ഞങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത്. പഴയങ്ങാടിയാണിത്. പഴയങ്ങാടി എരിപുരം എത്തി. ഞങ്ങൾക്ക് ഒരു ടയർ മാറ്റാനുണ്ട്. സ്റ്റെപ്നി ടയർ പഞ്ചറായി കിടക്കുവാണ്. അതൊന്ന് മാറ്റിയെടുക്കണം. ഇവിടെ അടുത്തെവിടെയെങ്കിലും ടയർ കട ധാരാളമുള്ളൊരു ഏരിയ ആണിത്. അവിടുന്ന് എവിടെന്നെങ്കിലും ആയിട്ട് ടയറൊന്ന് മാറ്റിയെടുക്കണം. ഞങ്ങൾ 4 പേരാണ് ഈ ട്രിപ്പിനെന്ന് പറഞ്ഞല്ലോ. എല്ലാവരെയും വഴിയെ പരിചയപ്പെടാം. ഞങ്ങൾ മുരുടേശ്വരം റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലേറ്റ് ആവുകയാണെങ്കിൽ ആ റൂം ക്യാൻസലാക്കി വേറെ എവിടെയെങ്കിലും റൂം എടുക്കും. കുറച്ച് വിശ്രമിച്ചിട്ട് പോയില്ലെങ്കിൽ നാളത്തെ ഗോവൻ വൈബിനെയും ഉറക്കക്ഷീണം ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ആർക്കും താല്പര്യമില്ല. അല്ലാതെ ഈ കാർന്ന് എത്താമെന്നല്ല കുഞ്ഞു ഹോട്ടല് കമ്പനി വന്നൊരു വെളിച്ചെണ്ണയും കിട്ടേനു. എല്ലാം പോയി. പിന്നെ എൻ്റെ അടുക്ക സാരമില്ല. പിന്നെ ആരെങ്കിലും ഉണ്ടാവും. ബ്രഷ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. പേസ്റ്റ് ബ്രഷ് ഒന്നും വാങ്ങിച്ചില്ല. വാങ്ങിയത് എല്ലാം മറന്നു പോയി. കുയിസ് ഇപ്പോൾ സ്റ്റെപ്പിന് ടയറൊക്കെ മാറ്റി. NHന്റെ പണി തകൃതിയായി നടക്കുന്നുണ്ട്. ഫ്ലൈ ഓവറുകളും എലിവേറ്റഡ് ഹൈവേയും സർവീസ് റോഡുകളൊക്കെയായി NH66 എല്ലാ പ്രൗഢിയോടും കൂടി അണിഞ്ഞ് ഒരുങ്ങുകയാണ്. കൂടി വന്നാൽ ഒരു വർഷമോ മാക്സിമം ഒരു 2 വർഷത്തിനുള്ളിൽ ഇത് ഫുൾ ആക്സസിബിൾ ആവുമെന്നാണ് തോന്നുന്നത്. റോഡ് നല്ല വൃത്തിയുള്ള റോഡും 4 വരി 6 വരി പാതയൊക്കെ കിട്ടുമെങ്കിലും ടോൾ കൊടുത്ത് മുടിയാനാണ് സാധ്യത. നല്ല റോഡ് വേണമെങ്കിൽ ടോൾ കൊടുത്ത് തന്നെ പോകണമെന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടും മാറിക്കഴിഞ്ഞു. പയ്യന്നൂർ ഇറങ്ങി എല്ലാവരും ഡിന്നർ കഴിച്ചു. നല്ല ആവി പറക്കുന്ന കട്ടൻ ചായയും കുടിച്ചു.
എല്ലാവരും നോൺ വെജിൻ്റെ ആശാന്മാരായിരുന്നു. സന്ധ്യക്ക് വടക്കേ മലബാറിൽ മാത്രം വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റ് ഇപ്പോൾ പുറത്ത് ആഞ്ഞു വീശുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഡോറിൻ്റെ വിൻഡോ ഗ്ലാസ് തുറക്കാൻ പറ്റില്ല. ഹൈവേ പണി നടക്കുന്നതിനാൽ പൊടിയാണ് മൊത്തം. ഞങ്ങളുടെ ഗൈസൊക്കെ ഭക്ഷണം കഴിച്ചതിൻ്റെ ആലസ്യത്തിലാണ്. എല്ലാവരും ചുരുണ്ട് കൂടി, ആരും ഒന്നും മിണ്ടുന്നൊന്നുമില്ല. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് ടൗണിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ടൗണ് വെളിച്ചത്തിൽ അങ്ങനെ കുളിച്ച് കിടക്കുകയാണ്. പച്ചയും മഞ്ഞയും നീലയും ബൾബുകളുടെ വെളിച്ചത്തിൽ കാഞ്ഞങ്ങാട് കാണാൻ നല്ല ഭംഗിയുണ്ട്. കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയുടെ ഭാഗമാണ്. ഞങ്ങൾ പൊതുവേ വടക്കേ മലബാർ എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് നീലേശ്വരം, കാഞ്ഞങ്ങാട്, കാസർഗോഡൊക്കെ. കഴിഞ്ഞു. ഇപ്പോൾ കാസർഗോഡ് ടൗണ് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്ലൈ ഓവറിൻ്റെയൊക്കെ പണി നടക്കുന്നത് കാണാം. ഇപ്പോൾ ഞങ്ങൾ പറയുമ്പോഴാണ് ഒരാൾ പറഞ്ഞത് കാസർഗോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ നാട് എന്നാണ്. ഒരുപാട് ദൈവങ്ങളുടെ ഒരു നാടാണിത് കാസർഗോഡ്. കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ മഞ്ചേശ്വരമായി. മഞ്ചേശ്വരം കഴിഞ്ഞാൽ നേത്രാവതി പുഴയായി. നേത്രാവതി പുഴ കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരം എത്തി. ശരിക്ക് കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ഒരു ബോർഡറാണ് ഈ മഞ്ചേശ്വരം എന്ന് പറയുന്നത്. തലപ്പാടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. നേത്രാവതി പുഴയുടെ മുകളിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേത്രാവതി പുഴ കഴിഞ്ഞതോടെ കർണാടകയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സമയം 10:30 ആയി. ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിയും ലേറ്റാണിപ്പോൾ. ഞങ്ങളേതായാലും മുരുടേശ്വരം ബുക്ക് ചെയ്ത റൂം ക്യാൻസലാക്കുകയാണ്. വേറെ റൂം നോക്കുന്നുണ്ട്, ഓൺലൈനിൽ കിട്ടുന്നില്ല. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 160 കിലോമീറ്ററാണ് മുരുടേശ്വരത്തേക്ക് കാണിക്കുന്നത്. എങ്ങനെ പോയാലും ഒരു 1 മണി 12:30 1 മണിയെല്ലാം ആകാണ്ട് അവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ അത്രയും നമുക്ക് ലേറ്റ് ആകാൻ പറ്റില്ല. അതുകൊണ്ട് ഉടുപ്പിയിലോ അല്ലെങ്കിൽ കുന്താപുരത്തോ ഞങ്ങൾ റൂം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുന്താപുരത്ത് ഒരു റൂം സെറ്റായിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് അവിടെ നിന്ന് മുരുടേശ്വരം പോയിട്ട് ഞങ്ങളുടെ ഗോവ യാത്ര കണ്ടിന്യൂ ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്.
മുരുടേശ്വരം എത്ര കിലോമീറ്റർ? അടിച്ചു നോക്കാം അതിനകത്ത്. നേരെ അടിച്ചു നോക്കാം. മാപ്പ് എടുക്കുന്നു മുരുടേശ്വരം. മാപ്പ് അടിച്ചു നോക്കാം. 1 മണിക്കൂറുണ്ട്. മണിക്കൂറുണ്ടല്ലേ? എത്ര കിലോമീറ്റർ? രാത്രി 1 മണിക്കാണ് ഞങ്ങൾ റൂം സെറ്റായത്. റൂമിൽ കയറി കിടന്നത്. കുറച്ച് നേരം ഉറങ്ങിയെങ്കിലും നന്നായിട്ട് തന്നെ ഉറങ്ങാൻ പറ്റി. രാവിലെ 6 മണിക്ക് എല്ലാവരും എഴുന്നേറ്റു. യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ സമയം 6:30 ആയി. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. നല്ല വെളിച്ചമുണ്ട്. റോഡ് ഫുൾ കാലിയാണ്. തിരക്കില്ലാത്ത റോഡാണ്. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരമാണ് മുരുടേശ്വരത്തേക്ക് കാണിക്കുന്നത്. ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. മുരുടേശ്വരം എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഫ്രഷായിട്ട് വണ്ടി എടുത്തിട്ട് പോരുകയായിരുന്നു. ലക്ഷ്യം ഗോവയാണ്. അപ്പോൾ അധിക സമയം അവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. നമുക്ക് ഉടുപ്പി എത്തട്ടെ. ഏതായാലും ഉടുപ്പിൽ നിന്ന് അടിച്ചട്ടെ. കഴിഞ്ഞില്ലേ? മുരുടേശ്വരം 1 മണിക്കൂറാ. അപ്പൊ കടന്ന് ഒന്നിച്ചോട്ടെ പറയാം. എല്ലാം വെള്ളം തന്നില്ല. കുറച്ച് വെള്ളം തന്നില്ല എനിക്ക്. ഞാൻ തന്നെ ഇത്തിരി വെള്ളം കുടിക്കണം. ജിമ്മിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ഇപ്പൊ കറക്റ്റ് ആയിരിക്കില്ലേ? സുന്ദരമായ കാഴ്ച. റൈറ്റ് സൈഡിൽ നോക്കി ഫുള്ള് ചന്ദ്രനല്ല, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നു. ഇന്നലെ രാത്രി പോയിട്ട് ഒളിച്ചു തന്നി. ഇപ്പം വന്നു എല്ലാം. ഇതുവഴി യാത്ര ചെയ്യുന്ന എല്ലാവരെയും എപ്പോഴും ആകർഷിച്ചുകൊണ്ട് മറവാന്തേ ബീച്ച് ഇവിടെ തന്നെയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് വലത് ഭാഗത്ത് കൊല്ലൂർ പുഴയുണ്ട്. ഇതിൻ്റെ റോഡിന് തൊട്ട് തന്നെയാണ് കടലും ഉള്ളത്. നിരവധി ട്രക്കുകളും വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ട് കാണാം. ഇതുവഴി എപ്പോഴൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോവാറ്. പക്ഷേ ഇപ്പം നിർത്തുന്നില്ല. ഞങ്ങൾക്ക് 11:30 ഗോവയിൽ റൂം ചെക്ക് ഇൻ ചെയ്യേണ്ടതാണ്. റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. booking.com വഴിയാണ് ഞങ്ങൾ ഗോവയിൽ റൂം ബുക്ക് ചെയ്തത്. 3500 രൂപയ്ക്കാണ് റൂം സെറ്റായിട്ടുള്ളത്. ഒരു എക്സ്ട്രാ ബെഡ് അടക്കം 4 പേർക്ക് ഒരു റൂമിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഔട്ട് ഓഫ് സീസൺ ആയതുകൊണ്ടാണോ എന്നറിയില്ല, റൂമിന് കുറച്ച് റേറ്റൊക്കെ കുറച്ച് ചീപ്പായിട്ടുണ്ട്. ഷിരൂർ ടോൾ ഗേറ്റ് ആണ് ഈ കാണുന്നത്. മൊത്തം 5 ടോൾ ഗേറ്റ് ഉണ്ട്. കണ്ണൂർ ടു ഗോവ നാഷണൽ ഹൈവേ 66. അപ്പോൾ ഹാഷ്ടാഗ് ഇല്ലെങ്കിൽ ടോൾ കൊടുത്ത് മുടിയാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഒരു മേജർ ടൗണാണ് ബഡ്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലം. അത് കഴിഞ്ഞാൽ പിന്നെ മുരുടേശ്വരം എത്താറായി. പിന്നെ വലിയ ദൂരമില്ല മുരുടേശ്വരത്തേക്ക്. ഞങ്ങൾ മുരുടേശ്വരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് മുരുടേശ്വരത്തേക്കുള്ള ഗോപുരം.
ललितां भुजङ्गतुङ्गमालिकां नमट्टमट्टमट्टमन्निनादमट्टमर्वयं चकार चण्डताण्डवं तनोतु नः शिवं 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 जटाकटाह सम्भ्रम भ्रमन्निलिम्प निर्झरी विलोलवीचि वल्लरी विराजमानमूर्धनि धगत् धगत् धगच्चलल्ललाट पट्ट पावके किशोर चन्द्रशेखरे रतिः प्रतिक्षणं मम नराधरेन्द्र नन्दिनी विलास बन्धु बन्धुरस्फुरन्तिकन्त सन्तति प्रमोदमान मानसे कृपाकटाक्ष धोरिणी സമയം ഇപ്പോൾ രാവിലെ 7:30 ആകുന്നേ ഉള്ളൂ. നല്ല തിരക്കാണ് അമ്പലത്തിലുള്ളത്. ക്യൂ കാണാം, അമ്പലത്തിൻ്റെ അകത്തേക്കുള്ള ക്യൂ അവിടെ കാണാം. ബീച്ചിലാണെങ്കിലും നല്ല തിരക്കാണ്. ഇന്ന് ഒന്നാമത് ഹോളിഡേ ആയതുകൊണ്ടാവണം ഇത്രയും തിരക്കുള്ളത്. കേരള രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ ധാരാളം അവിടെ പാർക്കിംഗ് ഏരിയയിൽ കാണാം. മുരുടേശ്വരത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ശിവഭഗവാനും ലങ്കയിലെ രാജാവായ രാവണനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യമാണ്. പുണ്യപുരാതനമായ ഒരു സങ്കേതമാണ് മുരുടേശ്വരം. ഭക്തിയോടെയും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ ചെലവഴിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് ദൂരം ഇനിയും യാത്ര ചെയ്യാനുള്ളതാണ്. ഞങ്ങളേതായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ഒന്ന് ഫ്രഷായി ഗോവയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇനിയൊരു 200 കിലോമീറ്റർ ദൂരം കൂടിയേ ഗോവയുടെ തലസ്ഥാനമായ പനാജിയിലേക്കുള്ളൂ. റോഡിൻ്റെ നിലവാരം വെച്ച് ഒരു 3-3.5 മണിക്കൂർ യാത്രയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാര്യമായ ബ്ലോക്കൊന്നും ഉണ്ടായില്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങളുടെ ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഗോവ ബോർഡർ കടക്കാൻ വേണ്ടി ഇനി അധിക ദൂരമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഗോവയിലെ കാഴ്ചകളും ഗോവയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.